അപ്പോൾ ഗായ്സ് നമ്മുടെ പാർട്ട് 2 സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ 3 ദിവസം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ചേട്ടൻ്റെ ഈ അവിടെ വർക്ക് കൂടുതലുള്ള കാരണം ഉണ്ണിച്ചേട്ടന് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പുള്ളിക്കാരൻ്റെ മാക്സിമം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഒരു ബീക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം. പക്ഷേ ആ ബീക്ക് വെക്കാൻ നോക്കിയിട്ട് ഇപ്പം ആ ചേട്ടൻ വെച്ചിരിക്കുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം അത് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ അകത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പുള്ളിക്കാരൻ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബീക്ക് ഈ സാധനത്തിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് മറ്റേത് വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റേ ചെയ്യാൻ വേണ്ടി ഡ്രില്ല് ചെയ്ത് നട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഡിസൈനിൽ തന്നെ നമ്മൾ കസ്റ്റമായിട്ട് എടുത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരും, ബീക്ക് ഇങ്ങനെ വരും. അപ്പം ഇത് നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ക്രാഷ് ഗാർഡ് വരുന്ന കാരണം ഈ സാധനം കറക്റ്റായിട്ട് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ക്രാഷ് ഗാർഡിൻ്റെ ആ ഭാഗം ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഉണ്ണിച്ചേട്ടനും മറ്റേ ചേട്ടനും കൂടെ ഇരുന്ന് അത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി അളന്ന് കുറച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാഷ് പ്ലേറ്റ് ഇന്നിനി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം കൂടുതൽ വർക്ക് വന്ന കാരണം പുള്ളിക്കാരന് ഇപ്പോൾ സമയമില്ലായിരുന്നു ചെയ്തു തരാൻ വേണ്ടി. അതായിരുന്നു പ്രശ്നം കൂടുതലും പറ്റിയത്. ഇപ്പോൾ അവർ ജസ്റ്റ് സ്പോട്ട് അടിച്ച് വെച്ചിട്ട് പിന്നെ അവസാനം ഫിനിഷ് ചെയ്യാൻ പോകുന്നു. അപ്പം ഗായ്സ് ഓൾറെഡി ലേറ്റായി, 9:30 എന്നിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തത് പക്കായിട്ട് നമുക്ക് റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് വിഷമമുണ്ട് ഓൾറെഡി പെയിൻറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ബാക്കി ചെയ്യാതിരിക്കാൻ പറ്റാൻ. എന്നിട്ടും രാത്രി 9:30 ആയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തു. സോ ഗായ്സ്, അപ്പം നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്ക് ഫ്രണ്ടിലത്തെ ക്രാഷ് ഗാർഡും ബാഷ് പ്ലേറ്റും മാത്രമേ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാഷ് പ്ലേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പിന്നെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടുത്തെ പെയിൻറ്റർ വരാഞ്ഞ കാരണം ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മൾ അടുത്ത് തന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞ വീഡിയോ എടുക്കുന്നതായിരിക്കും, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.